ഹായ് ഫ്രണ്ട്സ്, ട്രെക്ക് ആൻഡ് ട്രാവൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കുട്ടനാടാണ്. അപ്പോഴേ കുട്ടനാടിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ. കുട്ടനാടിലെ നെൽകൃഷി, കുട്ടനാടിലെ ഷാപ്പ്, കുട്ടനാടിലെ മീൻപിടുത്തം, അതുപോലെ തന്നെ ഇവിടുത്തെ താറാവ് എല്ലാം കൂടെ ചേർന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോഴേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. അതുകൊണ്ട് തന്നെ കുട്ടനാടിൻ്റെ പല ഭാഗവും ഇതേപോലുള്ള വെള്ളക്കെട്ടുകളാൽ ചുറ്റപ്പെട്ടതാണ്. കുട്ടനാടിൻ്റെ പല ഭാഗത്തും ഇതുപോലെ വെള്ളത്താൽ ചുറ്റപ്പെട്ട ധാരാളം വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. കുട്ടനാട് പ്രദേശത്തിലെ ഏകദേശം എല്ലാ വീട്ടുകാരും കൂട് ഉപയോഗിച്ച് മീൻ പിടിക്കാറുണ്ട്. അത്തരത്തിൽ കൂട് ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. പണിയുണ്ട് ഇവിടെ. ഇതൊക്കെ കെട്ടണം. ഫസ്റ്റ് നമ്മൾ ഇത് കെട്ടണം. ഇവിടെ കെട്ടണം. കണ്ടോ, ഇത് മീൻ എടുക്കുന്നുണ്ടോ? ഇത് ഇതഴിച്ചാണ് മീൻ എടുക്കുന്നത്. ഇതാണ് മീൻ കയറുന്നത്. കണ്ടോ? ഇതുവഴി മീൻ അകത്തോട്ട് കയറും. പിന്നെ ഇത് ഇരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങത്തില്ല. മീൻ തിരിച്ച് ഈ സംഗതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, മീൻ വെളിയിലോട്ട് ഇറങ്ങത്തില്ല. ശരി ശരി ശരി. അപ്പൊ നമ്മളിത് എങ്ങനെ വെള്ളത്തിടുന്നത്? വെള്ളത്തിടുന്ന ഇത് കണ്ട് ഇതിനൊരു വശമുണ്ട്. ഇത് കണ്ട് എങ്ങനെ ഇടും ഇറക്കി വെച്ച് കാണിച്ചു തരാണ്. ഇതുണ്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കും. അപ്പം മീൻ ഇങ്ങനെ വന്ന് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇത് പുറത്ത് ഇറങ്ങത്തില്ല. ഈ ഹോളിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. അതാണ് എൻ്റെ ടെക്നിക്ക്. ഇതിങ്ങനെ ഇറങ്ങാണെങ്കിൽ ഇതിൻ്റെ അടക്കൽ ഇതിൻ്റെ അടിത്തട്ടി വന്ന് കിടക്കും മീൻ. അടിത്തട്ടിനകത്ത് നിൽക്കും. ഇങ്ങോട്ട് ഇറങ്ങി വരത്തില്ല. തുളയാൻ കാണത്തില്ല. അങ്ങനെ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാവിലെ എന്നത് പൊക്കിയെടുക്കണം. താത്ത് വയ്ക്കും. പിന്നെ സൈഡൊക്കെ തടയും. എങ്ങനെയോ ഈ സൈഡ് വഴി കയറി വന്നാൽ പോകാതിരിക്കാൻ പറ്റും. സൈഡ് വഴി കയറി വന്നാൽ പോയിരിക്കാൻ വേണ്ടി ഇവിടെ തടയും. ഇങ്ങനെ തടഞ്ഞു. ഇതിൻ്റെ പുറത്ത് മടലൊക്കെ എടുത്തിടുന്ന് പറഞ്ഞാൽ എലി കയറി വെട്ടിക്കളയായിരിക്കാനല്ല. എന്നിട്ട് ഇതിനടിയൊക്കെ തപ്പി നോക്കും. ഇതിനടി വിട കൊണ്ടുവന്നൊക്കെ തെങ്ങിനിട്ടേക്കും. ഇട്ടേക്ക് എലി കയറി ഇതിന്റെ പുറത്തിരുന്നല്ലോ കീരിക്കളയും. അതിന് വേണ്ടി ഇരുന്ന തണുപ്പ്. എന്നിട്ട് രാവിലെ പിന്നെ ഇത് പൊക്കത്തുള്ളൂ. രാവിലെ പൊക്കി നോക്കുമ്പോൾ ഇതിനകത്ത് കിടക്കുന്നു.
പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് എനിക്ക് മീൻ കുടുങ്ങി കിടക്കുന്ന കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ സോറി. അപ്പോൾ താങ്ക്സ് അങ്കിളെ. കുട്ടനാട് പ്രദേശത്ത് ഒരു വർഷം ഒരൊറ്റ പ്രാവശ്യമേ നെൽകൃഷി ചെയ്യാറുള്ളൂ. ആ നെൽകൃഷി ചെയ്യുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ദാ ഈ കാണുന്ന കായൽ പോലെ കിടക്കുന്ന കണ്ടമാണ്. ഇവിടുത്തെ വെള്ളം മുഴുവൻ ഇവര് പമ്പ് ചെയ്ത് മാറ്റുകയാണ്. മാറ്റിയതിന് ശേഷം വെള്ളം വറ്റിച്ചിട്ടാണ് ഇവിടെ നെൽകൃഷി ചെയ്യണത്. കുട്ടനാട് നെൽകൃഷിയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞാനിതിൽ പറയാം. നെൽകൃഷിയുടെ പൂർണ്ണ വിവരങ്ങളെല്ലാം അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ട് ഞാനിത് വിശദീകരിക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഈ രണ്ട് സൈഡിലും നെൽകൃഷിയാണ്. കുട്ടനാടിൻ്റെ ഏത് ഭാഗത്ത് പോയിരുന്നാലും കാണാൻ പറ്റുന്ന കാഴ്ചകളിൽ ഒന്നാണ് എൻ്റെ ബാക്കിൽ കുറേ ചേട്ടന്മാർ മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് സംഗതി എന്തൊക്കെയാണെന്ന് ചോദിക്കുക. എന്തൊക്കെ മീനാണ് ഇവിടെ കിട്ടിയത്? ഹായ് ചേട്ടാ. ഹായ്. ഇവിടെ മെയിൻ എന്ത് മീനാണ് കൂടുതലായിട്ടുള്ളത്? ആ, കൂടുതലായിട്ടും കല്ലാമുട്ടി എന്ന് പറയും. കല്ലാമുട്ടി. അത് ചെറുതാണ് കിട്ടുന്നത്. ആ, സാധാരണ സന്ധ്യയായി കഴിയുമ്പോഴത്തേക്ക് കാര്യമൊക്കെ കൂടുതൽ കിട്ടും. ഓ, നമുക്ക് ഈ സൈസിലുള്ളതാണ് ഇപ്പം കിട്ടുന്നത്. ഓ, ഈ സൈസില്ലേ? സന്ധ്യയാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ വലിയ മീന് കിട്ടും. കാര്യമൊക്കെ കുറച്ചുകൂടെ കിട്ടും. ഓ, ഇവിടെ മെയിനായിട്ടുള്ളത് കാരിയും. നമ്മള് കാരി ലക്ഷ്യം വെച്ചാ വന്നിരിക്കുന്നത്. ആ, കാരി കിട്ടും, ഉറപ്പാണ്. അത് കുറച്ച് ഇരുട്ടിയാലേ കിട്ടും. ആ, 6:30 കഴിയുമ്പോഴത്തേക്ക്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ ഏകദേശം എല്ലാ ദിവസവും മീൻ പിടിക്കാൻ വരാറുണ്ടോ? വീക്കെൻഡുകള്. അപ്പൊ കൊറേ കിട്ടിയിട്ടുണ്ടല്ലോ. ഇത് കിട്ടിയതാണ്. അവരിപ്പം ഇത്രയും മീന് കിട്ടിയിട്ടുണ്ടോ അവർക്ക്? നമ്മളെ ഇവിടുത്തെ മീൻ പിടുത്തമൊക്കെ കാണിച്ചു തന്ന ചേട്ടന്മാർക്ക് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ നിന്ന് വിടുകയാണ് അടുത്ത ഒരു സ്ഥലത്തോട്ട്. അപ്പൊ ചേട്ടാ എല്ലാരും ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ ചേട്ടാ മീൻ പിടുത്തം നമ്മളെ ട്രക്ക് ആൻഡ് ട്രാവലിന് വേണ്ടി കാണിച്ച. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഓക്കെ ചേട്ടാ. ശരി ശരി, ഓക്കെ. ഇതൊക്കെ എന്താണ് ഏട്ടാ? ഇതെല്ലാം വയമ്പ്. ഇതാണ് അറിഞ്ഞില്ല പറ്റിക്കാനും വറക്കാനും ബെസ്റ്റ് മീനാണ്. ഇത് നമ്മള് കുട്ടനാട് കണ്ടങ്ങളിൽ കൂടുതലായിട്ട് കാണുന്ന സാധനമാണ്. ഷാപ്പിലെ പൊടിമീൻ എന്ന് പറഞ്ഞ സംഗതിയാണ്.
അപ്പോൾ ഇതാണ് പള്ളത്തി. അതെ, ഇത് മഞ്ഞപ്പള്ളത്തി, മഞ്ഞ കളർ കൂടുതലുള്ള ടേസ്റ്റ് കൂടുതലാണ്. ഇത് മറ്റേ നമ്മുടെ നാടൻ പള്ളത്തി. പക്ഷെ ഇത് ഷാപ്പിൽ കിട്ടത്തില്ലേ? പിന്നെ ഷാപ്പിൽ കിട്ടും. പിന്നെ വള്ളത്തി വറുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രക്ക് ആൻഡ് ട്രാവലിൻ്റെ എല്ലാവിധ താങ്ക്സും ഈ നിമിഷം അറിയിക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മൾ കുട്ടനാടിൻ്റെ അടുത്തൊരു സ്ഥലത്തോട്ട് പോയാണ്. ഓക്കെ, ബൈ. അതുപോലെ നമ്മൾ കുട്ടനാടിൻ്റെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്നതാണ് കുട്ടനാടൻ താറാവുകൾ. ഇവിടെ താറാവും താറാവിൻ്റെ മുട്ടയും വിൽക്കുന്ന കടകൾ ധാരാളമുണ്ട്. ഇവിടെ നമ്മൾ പല സ്ഥലങ്ങളിലും നടക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് കള്ളച്ചെത്ത്. ഇതെങ്ങനെയാണ് നമ്മൾ കുട്ടനാട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന മെയിൻ കാഴ്ചയിലൊന്നാണ് ഈ കള്ളെടുക്കുക. ഇതെങ്ങനെ ഒരു തെങ്ങിന് എത്ര കിട്ടും? കണക്കാട്ടൊന്നും പറയാൻ പറ്റത്തില്ല. 2-3 ലിറ്റർ കിട്ടും. ഇന്നത്തെ നിങ്ങളെ വർക്കെല്ലാം കഴിഞ്ഞു? ഇന്ന് രാവിലത്തെ വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പം ഉച്ചയ്ക്ക് വൈകിട്ടുണ്ട്. വൈകിട്ട് ഇതെങ്ങനെ ചെത്തി നിങ്ങൾ ഡയറക്റ്റ് വിൽക്കുകയാണോ? നമുക്ക് ഷാപ്പുണ്ട് ഇവിടെ. ഷാപ്പിൽ ഇവിടെ ഷാപ്പാണ്. ഇവിടെ നമുക്കൊരു ഷാപ്പുണ്ട്. അപ്പോൾ ചേട്ടാ എന്തായാലും കള്ള് ചെത്ത് നമുക്ക് വേണ്ടി കാണിച്ച ട്രക്ക് ആൻഡ് ട്രാവലിന് വേണ്ടി കാണിച്ച ചേട്ടന് എൻ്റെ എല്ലാ
എല്ലാവിധ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ താങ്ക്സ്. ഒന്ന് കാണിച്ചു തരുന്നത് കുട്ടനാട് വന്നു കഴിഞ്ഞാൽ കുട്ടനാടിൻ്റെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് കള്ള്. ഇപ്പോൾ നമ്മളൊരു കുട്ടനാടിലെ ഒരു നല്ലൊരു സൂപ്പർ കള്ള് ഷാപ്പിലോട്ട് പോയാണ്. ഈ കള്ള് ഷാപ്പിൻ്റെ പേര് രുചിയിടം. ഇതൊരു ഫാമിലി റെസ്റ്റോറൻറ്റും കൂടെയാണ്. ഇവിടെ ഫാമിലിക്ക് വന്നിരുന്ന് കള്ളും കഴിക്കാം, നല്ല അടിപൊളി ഭക്ഷണം കഴിക്കാം. ബിരിയാണി 80 രൂപയേ ഉള്ളൂ, ഊണ് 60 രൂപയേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ചോദിക്കാം. അപ്പോൾ ഇതാണ് ആ കള്ള് ഷാപ്പ്. അപ്പോൾ ഞാൻ ആ കള്ള് ഷാപ്പിൻ്റെ അകത്ത് കയറി നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ചോദിക്കാം. അപ്പോൾ രുചിയിടത്തിലെ ചേട്ടൻ ഇവിടെ ഉണ്ട്. ആ ചേട്ടൻ്റെ അടുത്ത് തന്നെ ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് ഞാൻ ചോദിക്കാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ? ഇവിടെ നമുക്ക് 56 ഐറ്റം ഉണ്ട്. 56 ഐറ്റം. അല്ല, നമ്മുടെ സ്പെഷ്യൽ മെയിനായിട്ട് ഇവിടെ സ്പെഷ്യൽ കള്ള് ഏതൊക്കെ ടൈപ്പ് കള്ളാണ്? അത് മുളകളുണ്ട്, മുന്തിരിക്കളുണ്ട്. ഈ മുളകളെന്ന് പറഞ്ഞാൽ മുളകളെന്ന് വെച്ചാൽ മുളയ്ക്കകത്ത് മുള, മുള ഇതാണ് മുള, ബാമ്പു മുളക്. ഇതിനകത്ത് നമ്മൾ മുളകും ഇഞ്ചിയിട്ട് കളർ തണുപ്പിച്ചു കൊടുക്കും. ഇതാണ് ഇത് നമ്മുടെ ഈ ഷാപ്പിന്റെ സ്പെഷ്യൽ. അതെയാണ് നമ്മൾ ഉണ്ടാക്കിയ സാധനം, ഞാൻ ഉണ്ടാക്കിയ സാധനം. ഇതാണ് നമ്മളത് ചെയ്യുന്നത്. നിങ്ങളാണത്. അപ്പൊ കുട്ടനാടിലെ ഫസ്റ്റ് മുളങ്കള്ള് ഇവിടെ ഉള്ളത് ഈ രുചിയിടം കള്ള് ഷാപ്പിലാണ്. അതിന്റെ ചുരുക്കി പറഞ്ഞ അതിന്റെ മേക്കറും പാറ്റന്റൊക്കെ ഉള്ള ചേട്ടനാണ് ഈ ചേട്ടൻ. അപ്പൊ ചേട്ടാ വേറെ എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ? കുടമുണ്ട്, കുടങ്കള്ള്. ഓക്കെ, അത് പറഞ്ഞാൽ മതി. പിന്നെ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. 56 ഐറ്റം ഉണ്ട്. നമ്മൾ വെളിയിൽ ബിരിയാണി 80 രൂപ ഉള്ളത് ഞാൻ ബിരിയാണി 80 രൂപ, ചിക്കൻ ബിരിയാണി 80 രൂപ. ഇവിടെ എങ്ങനെയാണ് നമ്മള് സാധാരണ ഷാപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫാമിലി വരാറുണ്ട്. എല്ലാവർക്കും കഴിക്കാനുള്ള സംവിധാനം എല്ലാ സംവിധാനവും ഉണ്ട്. ടൂറിസം പരിപാടി ഹൗസ് ബോട്ട് സ്വന്തമായിട്ടുണ്ട്. ഹൗസ് ബോട്ടും ഉണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ബോട്ട് സംവിധാനം നമ്മൾ ക്രൂയിസ് കൊടുക്കുന്നത്. എല്ലാ സംവിധാനവും നമ്മളെ ഈ ഹോട്ടൽ നമ്മളെ ഇത് ഇവിടെ നിന്നുണ്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ചേട്ടാ നിങ്ങൾ ഈ സ്പെഷ്യൽ ഫുഡ് ആയിക്കോട്ടെ. അവിടെ ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഒന്ന് കാണിക്കുകയാണ്. കൂടുതലൊന്നുമില്ല, ഇപ്പൊ ഇവിടെ ഉള്ളത് എന്താണോ അത്. ഓർഡർ അനുസരിച്ച് വെള്ളത്തിൽ കിടക്കുന്ന സാധനമാണ്. ഫ്രഷായിട്ട് കാര്യം ആൾക്കാർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നോക്കിയെടുത്തിട്ട് ഡ്രസ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ആവശ്യമുള്ള കാര്യം നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് ഇഷ്ടമുള്ള സൈസ് കാര്യം നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് അപ്പം തന്നെ നിങ്ങൾ പിടിച്ച് അപ്പം തന്നെ റെഡിയാക്കി അപ്പം തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കും. ഓ, ബോക്സിൽ നിന്ന് അപ്പം തന്നെ എടുത്ത് നിങ്ങൾ ഫ്രഷ് അതായത് പക്ക ഫ്രഷ് ഒറ്റവാക്കി പറഞ്ഞാൽ ഇതിപ്പോൾ ഓർഡർ ചെയ്തല്ലേ? ഓക്കെ ഓക്കെ. ഇതിൻ്റെ എങ്ങനെ ഇത് റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മീനിന്റെ വലിപ്പവും തൂക്കം അനുസരിച്ചിട്ടാണ് ഇത് റേറ്റ് ഒക്കെ ഒന്നല്ലേ. എന്നിട്ട് ഇതിനെ നമ്മൾ നേരെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഏട്ടാ, വേറെ അടുത്ത സംഭവം ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ഇത് ചിക്കൻ റോസ്റ്റ് ആണ്. ഇപ്പോൾ ലൈറ്റ് കുറവാണ്ട് എനിക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റത്തില്ല. ചിക്കൻ റോസ്റ്റ് ഇത് ബീഫാണോ? ഓ, പോർക്ക്. ഓക്കെ. ബിരിയാണി. പിന്നെ ഏട്ടാ വേറെ ബീഫ് അങ്ങനെ ഐറ്റംസ്? ഓ, ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ്. നമ്മൾ സാധാരണ കാണുന്ന ബീഫ് ഫ്രൈ ഒരു അല്പം സൈസ് ഒരു പൊടിക്ക് വലുതാണ്. ബീഫ് ഫ്രൈ. പിന്നെ നെക്സ്റ്റ് കറിയുണ്ട്, വരാൽ കറി ഇല്ല. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വരാലാണ്. വരാൽ ഇങ്ങനെ മുഴുവനോടൊക്കെ ഇട്ടാണ് കറി വെച്ചിരിക്കുന്നത്. വരാൽ കറി. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വേറെ സ്പെഷ്യൽ പൊടിയൊക്കെ മസാല വെച്ചിരിക്കുക.
ഓ ഇത് പൊടിമീൻ നിങ്ങൾ മസാല ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്ന ടൈമിൽ ഫ്രൈ ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ കപ്പയുണ്ട്. സ്പെഷ്യൽ മഞ്ഞക്കപ്പ. പിന്നെ ഇവിടെ വെള്ളയപ്പം ഒരു നല്ല സാധനമാണ്. ഇവിടുത്തെ സ്പെഷ്യലാണ്. സ്പെഷ്യൽ വെള്ളയപ്പം ഉണ്ട്. ഫാമിലീസൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡൊക്കെ കഴിക്കാൻ ഇവിടെ നല്ലൊരു ഏറുമാടൊക്കെ ചേട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് അടിപൊളിയായിട്ട് കള്ളു കുടിക്കുന്നതിനപ്പുറം ഫുഡ് കഴിക്കുക, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വേറൊരു രസം. അപ്പോൾ അതിനെ പറ്റിയ സംവിധാനം ഇവിടെ ഉണ്ട്. ഇവിടെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുകൊടുക്കുന്ന സംവിധാനമുണ്ട്. ഇവിടുത്തെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫുഡ് നമുക്ക് വീട്ടിൽ തന്നെ എത്തിച്ചേരാനുള്ള സംവിധാനം ഈ രുചിയിടത്തിനുണ്ട്. അപ്പോൾ ചേട്ടാ, രുചിയിടത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും പങ്കുവച്ച സനീഷ് ചേട്ടന് നമ്മുടെ ട്രക്ക് ആൻഡ് ട്രാവലിൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ചേട്ടാ, ഞങ്ങൾ നിങ്ങളുടെ നമ്പർ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നിങ്ങളെ വിളിക്കട്ടെ, കൂടുതൽ ഓർഡർ കിട്ടട്ടെ. അപ്പോൾ ട്രക്ക് ആൻഡ് ട്രാവലിൻ്റെ എല്ലാവരും നന്ദി. ഇത് ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകാം. അപ്പോൾ കുട്ടനാടിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വീണ്ടും വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.